KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന ഒരു യാത്ര കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡ് നിന്ന് അതിൻ്റെ ഉദ്ഘാടനം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തനാണ്. മുൻ PCC അധ്യക്ഷന്മാർ പലരെയും അവിടെ കാണാനില്ല. മുല്ലപ്പള്ളി രാമേന്ദ്രനില്ല, VM സുധീരനില്ല, K മുരളീധരനില്ല. അങ്ങയെ വിളിച്ചിട്ടുണ്ടോ ഈ യാത്രയിൽ? KPCCയുടെ ഉത്തരവാദപ്പെട്ട നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ കൂടെ അദ്ദേഹത്തെ നേൽപോലെ പിന്തുടരുന്ന ജനറൽ സെക്രട്ടറി എന്നെ കണ്ട് ഇത്തരമൊരു യാത്ര തുടങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ ഗസ്റ്റ് ഹൗസിൽ വന്ന് ഞാനുള്ള സമയത്ത് സംസാരിച്ചു എന്ന കാര്യം സത്യമാണ്. അതല്ലാതെ മറ്റാരും സംസാരിച്ചിട്ടില്ല. ഈ ജയന്ത് ക്ഷണിച്ചാൽ മതിയോ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഇത്തരമൊരു യാത്രയിൽ? അതോ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ഒന്ന് വിളിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് കേൾക്കൂ, ഇതൊന്നും ഒരു ടെലിഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾ വരണമെന്ന് പറയുന്ന കാര്യമല്ലാതെ അതൊക്കെ ഔപചാരികത എന്ന് തന്നെ പറയാം. അതൊക്കെ തന്നെ ഒരു വഴിപാടാണ്. അതെന്തില്ല കാര്യം. ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാനിവരെയൊക്കെ തന്നെ പോയി കാണാറുണ്ടായിരുന്നല്ലോ. ഞാൻ പിന്നെ കോവിഡ് മഹാമാരി കാലത്ത് എത്ര തവണ ശ്രീമാൻ ഇന്നത്തെ PCC പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി കണ്ടിട്ടുണ്ട്. എല്ലാ നേതാക്കന്മാരെയും ഞാൻ വീട്ടിൽ പോയി കാണാറില്ല. അല്ലാതെ ഞാനിങ്ങനെ ഫോണിൽ വിളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഔപചാരികമായി അദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ KPCC ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് മെസ്സേജ് പോയിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമല്ലോ. അതല്ല, ഞാനും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നിയമിച്ചിട്ടുള്ള KPCC അധ്യക്ഷനല്ലേ. അപ്പം എന്നെയും കൂടി, അതും ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഒന്ന് ചർച്ച നടത്താൻ അവർക്കുള്ള ഒരു സൗമനസ്യം ഉണ്ടാകേണ്ടതായിരുന്നു. അത്രമാത്രമേ പറഞ്ഞുള്ളൂ. വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. വലിയവരുടെ വീട്ടിലെ ആളുകൾ പോവുക, ചെറിയവരുടെ വീട്ടിൽ പോകേണ്ട കാര്യമില്ല എന്നതുകൊണ്ട് തന്നെ അവർ വരേണ്ടതായിട്ടില്ല. പക്ഷേ ഒരു പാർട്ടി മര്യാദ അതല്ലേ, അങ്ങനെയല്ലേ? ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ നേതാവാണ്, നേതൃസ്ഥാനം നഷ്ടപ്പെട്ടവനാണ്, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഒരു ഡിക്റ്റേറ്ററിയൽ ഒരു സമീപനം ഒരു ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ശരിയല്ല എന്ന് മാത്രമേ എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളൂ. ഇത് കോൺഗ്രസിന് ഭൂഷണമാണ്. എത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. കോഴിക്കോട്ട് വെച്ച് ചിന്തൻ ശിബിരം നടത്തിയുണ്ടായി. താങ്കളടക്കം റിപ്പോർട്ട് ചെയ്തു. അങ്ങ് പങ്കെടുത്തില്ല? കോഴിക്കോട്ടുകാരനായി, ചമ്പാൽക്കാരനായി അദ്ദേഹം കോഴിക്കോട്ടെ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്ന് റിപ്പോർട്ട് ചെയ്തതാണ് താങ്കൾ മാത്രമല്ല. അന്ന് സത്യത്തിൽ എനിക്ക് വിശദീകരിച്ചുകൂടെ നിങ്ങളോട്? എന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ടെലിഫോണിൽ മാത്രമാണ് അറിയിച്ചു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ടെലിഫോണിലും അറിയിച്ചില്ല. എന്നെ അറിയിച്ചതാരാന്നറിയോ? ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ മാത്രമാണ് അറിയിച്ചത്. അദ്ദേഹം ആ മാന്യത കാണിച്ചു. ഞാൻ പറഞ്ഞു, പ്രവീൺ, നീ നിൻ്റെ വീട്ടിലെ കാര്യം അറിയിച്ചാൽ മതി. KPCC കാര്യം നീ അറിയിക്കണ്ട. ഓക്കെ, അത് അറിയിക്കേണ്ട ആളുകൾ അറിയിച്ചാൽ മതി. അവിടെ വെച്ച് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് വെച്ചിട്ട് ആ പരിപാടി നടത്തും. എന്തായാലും വന്നുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുടുംബകാരിയല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മഹാപ്രസ്ഥാനമാണ്. ഞാൻ ആ ദിവസം ഓർക്കുന്നുണ്ട്. രണ്ടാമത്തെ ദിവസം മോർണിംഗ് വാക്കിനിറങ്ങിയ K സുധാകരനോട് ഞാനായിരുന്നു ചോദിച്ചത്, മുല്ലപ്പള്ളി പങ്കെടുക്കുന്നില്ലല്ലോ, പങ്കെടുക്കുന്നവരെ കുറിച്ച് പറയൂ, അങ്ങനെയല്ല മുല്ലപ്പള്ളി വന്നില്ലെങ്കിലും പരിപാടി നടക്കുമെന്നായിരുന്നു. പറയുന്നവർക്കൊക്കെ തന്നെ പറയാം, ഈ പാർട്ടിക്ക് വേണ്ടി ഞങ്ങളൊക്കെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. ഒരു കളങ്കവും ഈ പാർട്ടിക്ക് വേണ്ടി ഇന്നും അവരുണ്ടാക്കിയിട്ടില്ല. സുതാര്യമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കണമെന്ന നിർബന്ധമുള്ള ആളാണ് ഞാൻ. പരമാവധി മുന്നോട്ട് പോകുമ്പോൾ സത്യസന്ധത മാത്രമായിരിക്കണം വഴികാട്ടിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഭയപ്പെടാനില്ല, ഒന്നും മൂടി വെക്കാനില്ല. അന്തസ്സായി നെഞ്ചു വിരിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്ന രാഷ്ട്രീയ പാരമ്പര്യമാണ് എനിക്കുള്ളത് എന്ന കാര്യം ദയവ് ചെയ്ത് എന്നെ വിമർശിക്കുന്ന വല്ലവരുണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ മാത്രം മതി എന്നാണ് പറയേണ്ടത്.